ദൈവനാമത്തിന് മഹത്വം. ഇന്ന് സൺഡേ സ്കൂൾ ആനിവേഴ്സറിയോടനുബന്ധിച്ച് പുതാം ചർച്ചിലായ സർവശക്തനായ ദൈവടിയാക്കിയ ദൈവത്തിന്റെ എല്ലാ സ്നേഹത്തിനും കരുതലുമായി സ്തോത്രം ചെയ്യുന്നു. നമ്മളെല്ലാവരും വേറൊരു എൻവയോൺമെന്റിലാണ് ആയിരിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ പാട്ടുകൾ, അവരുടെ ഓരോ പ്രോഗ്രാംസ് ഒക്കെ കണ്ട് നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനോട് ചേർന്നുകൊണ്ട് തന്നെ ഒരു ചെറിയ മെസ്സേജ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരുപാട് നാളുകൾ പാസ്റ്ററുകൾ വിളിച്ചിരുന്നു, വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ദൈവത്തിന്റെ സമയം ഇതാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നു. പ്രത്യേകം ഹസ്ബൻഡിന് കടന്നു വരാൻ സാധിച്ചില്ല. മാതാപിതാക്കളോടൊപ്പം ഇവിടെ കടന്നു വരുവാൻ പ്രത്യേക ഷാജികളോട് കുടുംബത്തോട് ചേർന്ന് ദൈവത്തെ ആരാധിപ്പാൻ സർവശക്തനായ ദൈവടിയാകുന്ന ദൈവത്തിന്റെ എല്ലാ സ്നേഹത്തിനും കരുതലുമായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങളുടെ എല്ലാ പ്രോഗ്രാംസിനോട് ചേർന്ന് അവരുടെ താരതകൾ പിന്നെ ദൈവനാമത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വളരെ ഷോർട്ട് സ്പാനിൽ ഞാൻ പ്രിപ്പയർ ചെയ്തൊരു മെസ്സേജാണ്. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ക്ഷമിക്കണമേ എന്ന് ഞാൻ ആദ്യം തന്നെ റിക്വസ്റ്റ് ചെയ്യുന്നു. സങ്കീർത്തനം 118:24 പ്രകാരം പറയുന്നു, This is the day that the Lord has made, and we will rejoice and be glad in it. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ ഈ സഭയെ കൊണ്ടുവന്ന ദൈവം, നമ്മുടെ ഓരോരുത്തരെയും കൊണ്ടുവന്ന ദൈവം, നമ്മുടെ എല്ലാ അവസ്ഥകളും അറിയുന്ന ദൈവം. ഹല്ലേലൂയ. ഇന്ന് അവനുണ്ടാക്കിയ ദിവസം, ഇന്ന് പ്രത്യേക ദിവസം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ ഒരു പ്രത്യേക ദിവസം ഇതിനു വേണ്ടി നമ്മൾ മാറ്റിവെക്കുമ്പോൾ നമ്മളെ കൊണ്ടുവന്ന ദൈവം, നമ്മളെ കരം പിടിച്ചു കൊണ്ടുവന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കുവാൻ, അവനൊരു താങ്ക്സ് ഗിവിംഗ് ദിവസമായി തീർക്കുവാൻ സർവശക്തനായ ദൈവം നമ്മളെ ഇടയാക്കുമാറാകട്ടെ. മത്തായി 19:14 ഇപ്രകാരം പറയുന്നു. ആരെങ്കിലും ഒരാൾക്ക് വായിക്കാമോ? മത്തായി 19:14. എല്ലാവർക്കും സുപരിചിതമായ വാക്യമാണ്. യേശു ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞു. ക്രിസ്തീയ വിദ്യാഭ്യാസത്തിന് കൈമാറ്റം കൊണ്ടുവരുവാൻ ഏറ്റവും നല്ലൊരു മാധ്യമമാണ് സൺഡേ സ്കൂൾ നമ്മൾ അറിയുന്നു. അതുപോലെ തന്നെ കുട്ടികളെ പ്രായം മുതൽ അവരിലേക്ക് ക്രിസ്തീയ മൂല്യങ്ങൾ അവരിൽ ഇൻസ്റ്റിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു മാധ്യമമാണ് സൺഡേ സ്കൂൾ. ലോകത്തെമ്പാടും ഓരോ ദിവസവും സൺഡേ സ്കൂൾ വർദ്ധിച്ചുകൊണ്ട് വരുന്നു. അനേകരെ ക്രിസ്തുവിലേക്ക് ആക്കുവാനും, മാനസാന്തരപ്പെടുവാനും, സ്നാനപ്പെടുവാനും, സഭയോട് ചേർക്കുവാനും സൺഡേ സ്കൂൾ വലിയൊരു പങ്ക് വഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എത്ര പേർക്ക് സൺഡേ സ്കൂളിൽ ഹിസ്റ്ററി അറിയാമെന്ന് അറിയത്തില്ല. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നുകൂടെ നമ്മൾ പണ്ട് പഠിച്ചതാണ്. എന്നാലും സൺഡേ സ്കൂളിൽ ഹിസ്റ്ററി ഒക്കെ ടീച്ചിരിക്കുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കി. റോബർട്ട് റൈസ്. കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ ലാസ്റ്റിൽ ഞാൻ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ അവർക്ക് ചില ക്വസ്റ്റ്യൻ തരണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ. റോബർട്ട് റൈസ് എന്ന് പറഞ്ഞ ആളാണ് സൺഡേ സ്കൂളിലെ ഫാദറായിട്ട് അറിയപ്പെടുന്നത്. 18th സെഞ്ച്വറിയിൽ ഇംഗ്ലണ്ടില് അദ്ദേഹം വ്യവസായ വിപ്ലവം നടന്ന സമയത്ത് ആൾക്കാരെല്ലാം പോവർട്ടിയിലായിരുന്നു, അവർക്ക് പൈസയൊന്നും ഇല്ലായിരുന്നു. അപ്പൊ കുഞ്ഞുങ്ങൾ 6 വയസ്സുള്ള കുഞ്ഞുങ്ങൾ മുതൽ അവർ ഫാക്ടറികളിൽ വർക്ക് ചെയ്യണമായിരുന്നു. 12 മണിക്കൂറോളം അവർക്ക് വർക്ക് ചെയ്യണമായിരുന്നു. അപ്പം തിരുക്കടികളിലൊക്കെ അവർ 6 ദിവസം 12 മണിക്കൂറോളം വർക്ക് ചെയ്യണമായിരുന്നു. അപ്പം അവർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും സ്കൂളിൽ പോകാനുള്ള അവസരങ്ങളുണ്ട്, എന്നാൽ അവർക്കൊക്കെ സ്കൂളിൽ പോകാനുള്ള അവസരമൊക്കെ നിഷേധിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം ഈ റോബർട്ട് റൈസ് എന്ന് പറഞ്ഞ ആള് ഒരു പത്രമാധ്യമങ്ങളിൽ ജേർണലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. ഓക്കെ. ഒരു ദിവസം തെരുവിളിൽ കൂടെ നടന്നു പോയപ്പോൾ കുഞ്ഞുങ്ങൾ ഭയങ്കര വല്ലാത്ത രീതിയിൽ അദ്ദേഹത്തോട് ഇടപെടാനായിട്ട് ഇടയായിരുന്നു. അപ്പം പുള്ളി പോയിട്ട് അടുത്തുനിന്ന് ഒരാൾ പറഞ്ഞു, ഇങ്ങനൊന്നുമല്ല, ഇച്ചിരി മുതിർന്ന കുഞ്ഞുങ്ങളെ വല്ലാത്ത രീതിയിലാണ് ഇടപെടുന്നത്. നിങ്ങളൊരു ദിവസം ഒരു ഞായറാഴ്ച ദിവസം പബ്ലിക്കിൽ ഇറങ്ങി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഒരു ദിവസം, ഒരു ഞായറാഴ്ച ദിവസം, ഇവർക്ക് ആകെ അവധി കിട്ടുന്ന ദിവസം അതാണല്ലോ. അപ്പൊ അവര് പുറത്തു വന്നിങ്ങനെ നോക്കിയപ്പോൾ വല്ലാത്ത രീതിയിൽ അദ്ദേഹത്തെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലും ഭയങ്കര വല്ലാത്ത സ്വഭാവങ്ങളൊക്കെ കുഞ്ഞുങ്ങൾ കാണിക്കുവാനായിട്ട് ഇടയായിരുന്നു. അദ്ദേഹം തീരുമാനിച്ചു, ദൈവം എന്റെ ഉള്ളിലുണ്ടല്ലോ, അതിപരമായിട്ടൊന്ന് പങ്കുവെക്കണം. അദ്ദേഹം കുറച്ച് ആർട്ടിക്കിൾസ് ഈ ജേർണലിസ്റ്റിൽ എഴുതാനായിട്ട് തുടങ്ങി. പക്ഷെ അതൊന്നും അധികം ആൾക്കാരെ ഇൻസ്പയർ ചെയ്യാൻ തുടങ്ങിയില്ല. ഇദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചു, ഞാൻ ഇതുപോലെ തെരുവുകളിൽ ചെന്ന് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ ആയിട്ട് ചെന്ന് കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങളെ ഒന്ന് അട്രാക്ട് ചെയ്യാൻ നോക്കാം. എന്നാൽ അത് വിജയിക്കാനായിട്ട് ഇടയായിരുന്നു. കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ച് അവരുമായിട്ട് ഇങ്ങനെ പങ്കുവെക്കാനായിട്ട് തുടങ്ങിയ സമയം. അങ്ങനെ ആദ്യമായിട്ട് ആരുടെ വീട്ടിലാണെന്ന് അറിയാമോ ഇതുപോലെ സൺഡേ സ്കൂൾ ആരംഭിക്കുന്നത്? മിസ്സസ് മേർഡിറ്റിന്റെ കിച്ചണിലാണ് ആദ്യമായിട്ട് സൺഡേ സ്കൂളിൽ നടക്കുന്നത്. ആ കിച്ചൺ അവർ അതിനായിട്ട് ഒരുക്കി കൊടുത്തു, കുഞ്ഞുങ്ങളെ അതിനായിട്ട് ഒരുക്കുവാനായിട്ട് എടുത്തത്.
ഈ ഒരുപാട് ഇവരുടെ സ്വഭാവം, ഈ കുഞ്ഞുങ്ങളുടെ സ്വഭാവം ഒരുപാട് മാറുന്നത് പേരൻസ് നോട്ടീസ് ചെയ്യാനിടയിൽ തീർന്നു. ഇദ്ദേഹം ഒരു ജേർണലിസ്റ്റ് ആണെന്ന് പറഞ്ഞല്ലോ, അദ്ദേഹം പത്രത്തിലും അതുപോലെ ഇതൊക്കെ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അനേക മാതാപിതാക്കള് എൻകറേജ് ചെയ്യാൻ തുടങ്ങി ഇതുപോലെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട്. വളരെ ചുരുങ്ങിയ കുഞ്ഞുങ്ങൾ മാത്രമാണ് മിസസ് മേഡിറ്റിന്റെ ഭവനത്തിൽ അത് പഠിക്കാനായിട്ട് വന്നത്. എന്ന് പറയട്ടെ, ഇദ്ദേഹം എടുത്ത ഒരു ചെറിയ മൂവാണ് പിന്നീട് 1811 5 ലക്ഷം കുഞ്ഞുങ്ങളായിരുന്നു അദ്ദേഹം മരിക്കുന്ന സമയത്ത് സെൻട്രൽ സ്കൂളിലെ പിൻഗാമികളായി തീരുവാൻ, അല്ലെങ്കിൽ സെൻട്രൽ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളായി തീരുവാനായിട്ട് ഇടയായിട്ടുള്ളത്. പിന്നീട് അലഹബാദിൽ 1876 ഉമ്മൻ മാമച്ചൻ എന്ന് പറഞ്ഞ വ്യക്തി, മല്ലപ്പള്ളിയിലുള്ള അദ്ദേഹം ഇന്ത്യയിലേക്ക് സെൻട്രൽ സ്കൂൾ കൊണ്ടുവരുന്നത്. ഞാനത് പറയട്ടെ, ഒരാളുടെ മനസ്സിൽ തോന്നി ചെറിയൊരു സ്പാർക്ക്, ഓക്കെ, അതാണ് ഈ സൺഡേ സ്കൂൾ വളർന്ന് ഇത്രത്തോളം ആക്കി തീർത്തത്. നമ്മൾക്ക് എല്ലാവർക്കും ദൈവം ഒരുപാട് ഭാഗ്യങ്ങളിൽ തന്നിട്ടുണ്ട്. നമുക്ക് സൺഡേ സ്കൂൾ വലിയവരായ നമ്മൾക്കൊക്കെ സൺഡേ സ്കൂൾ പഠിക്കാനുള്ള ദൈവം ഭാഗ്യം തന്നു. കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ഭാഗ്യം തന്നുകൊണ്ടിരിക്കുന്നു. നല്ല ക്യാരക്ടർ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നല്ല ഫ്രണ്ട്സിനെ ദൈവം തന്നിട്ടുണ്ട്. ഇതൊരു ഭാഗ്യമായിട്ട്, ദൈവത്തിന്റെ ഒരു കരുണയായിട്ട് നിങ്ങളത് കണക്കാക്കണം. തീർച്ചയായിട്ടും അനേകം ലഹരിക്കും മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ട് കിടക്കുമ്പോൾ നമ്മുടെ ഈ തലമുറയിൽ നമുക്ക് തന്നിരിക്കുന്ന ആ വെളിച്ചം മറ്റുള്ളവരിലേക്കൂടെ നമ്മൾ ഷെയർ ചെയ്യണം. ദൈവം ഇപ്രകാരം പറയുന്നു, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാൻ, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. നമ്മളിലുള്ള ആ ഫയർ, നമ്മളിലുള്ള ആ താലന്റ് നമ്മൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ഉത്തർപ്രദേശിലേക്ക് പോകാനായിട്ട് ഇടയായിരുന്നു. എൻ്റെ മദർ സിസ്റ്റർ അവിടെ സുവിശേഷ വേല ചെയ്യുന്നു. അപ്പം 1990s ഓൾമോസ്റ്റ് 1990 ഞാൻ പോയ സമയത്ത് അവിടെ വളരെ ചെറിയ കുഞ്ഞുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓൾമോസ്റ്റ് 8 കുഞ്ഞുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്കിൾ അവിടെ ആദ്യം സുവിശേഷ വേല സ്റ്റാർട്ട് ചെയ്തത് കുഞ്ഞുങ്ങളുടെ ഇടയ്ക്ക് ബൈബിൾ വേഴ്സസ് പഠിപ്പിച്ചുകൊണ്ട്, കഥകൾ പഠിപ്പിച്ചുകൊണ്ടായിരുന്നു തുടങ്ങിയത്. അങ്ങനെ അത് ഗ്രോ ചെയ്തു. ഭയങ്കര വല്ലാത്ത സ്വഭാവമുള്ള കുഞ്ഞുങ്ങളായിരുന്നു. അവർ ഓരോ ദിവസം മാറാനായിട്ട് ഇടയുന്ന അവരുടെ ക്യാരക്ടർ പേരൻസ് നോട്ടീസ് ചെയ്ത് അങ്ങനെയാണ് അവർ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നത്. ഇന്ന് ആ സഭയിൽ 2000-ലധികം വിശ്വാസികൾ കൂടുന്ന ഒരു സഭയായി മാറിയിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറമാണ് നമ്മളൊരു ചെറിയ മൂവ് ദൈവത്തിന് വേണ്ടി എടുക്കാൻ ശ്രമിക്കുവാണെങ്കിൽ ദൈവം 10 സ്റ്റെപ്സ് നമുക്ക് വേണ്ടി ഇന്നും എടുക്കാൻ ശക്തനായ ദൈവമാണ്. നമ്മൾക്കൊന്നും കഴിയത്തില്ല, എനിക്ക് ആരിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ കഴിയത്തില്ലെന്ന് നിങ്ങൾ കരുതരുത്. നമ്മളിലുള്ള ചെറിയ വിത്താണെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയുന്ന ചെറിയൊരു വാക്കായിരിക്കും, ഒരുപക്ഷെ നിങ്ങൾ പറയുന്ന ഒരു ചെറിയ പോസിറ്റീവ് തിങ്കിങ് ആയിരിക്കും, അത് മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഓർമ്മ ഡൽഹിയിലായിരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വോളിൽ ഇങ്ങനെ വാക്യം എഴുതി വെക്കുമായിരുന്നു. നമുക്കിങ്ങനെ റൂംസ് ആയിരുന്നു പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. My God shall supply all my needs according to his riches in glory. അപ്പൊ ഞാൻ എന്ന് ഈ വാക്യം എടുത്തു വെച്ച് പറഞ്ഞ് പഠിക്കും. അപ്പൊ എന്റെ അപ്പുറത്തിരുന്ന കുറിച്ച് എന്താണ് സംഭവം. അപ്പം എന്റെ മാർക്കാണെങ്കിലും ഭയങ്കര രീതിയിൽ വരുന്നത് കൊച്ചു നോട്ടീസ് ചെയ്യാൻ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ബൈബിളിലെ ഒരു വാക്യമാണ്. അപ്പൊ അവരോട് പറയാൻ വരുന്ന സാഹചര്യം ഒന്നും അല്ല, അവർ ഹിന്ദുസ് ആണ്. എന്നോട് പറഞ്ഞു എനിക്കൂടെ എഴുതി തരാവോ ഈ വാക്യം. ഞാൻ എഴുതി കൊടുത്തു. അത് അവർ ആ കൊച്ചും അതിന്റെ വോളിൽ അത് എഴുതി വെക്കുന്നത്. ഞാൻ പറഞ്ഞു ഇതുപോലെ ചെറിയ മൂവ്സ്, നമ്മുടെ ക്യാരക്ടർ കൂടെ നമ്മുടെ ഫ്രണ്ട്സ് അത് നോട്ടീസ് ചെയ്യാൻ ഇടയാക്കി തീർക്കണം. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ദൈവവചനം പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. നിങ്ങൾക്ക് എത്ര പേർക്ക് ലൈറ്റ് ഹൗസ് അറിയാം? ലൈറ്റ് ഹൗസ്, ഓക്കെ, അതിങ്ങനെ ഡയറക്ഷൻ കാണിച്ചു കൊടുക്കും. ലൈറ്റ് ഹൗസ് ആണെങ്കിൽ ഡയറക്ഷൻസ് കാണിച്ചു കൊടുക്കും. നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ആ ലൈറ്റ്, ഓക്കെ, നമ്മൾ മറ്റുള്ളവരിലേക്ക് ഒരു ലൈറ്റ് ഹൗസായി തീർന്ന് മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുവാൻ സർവശക്തനായ ദൈവം നമ്മളെ ഇടയാക്കുമാറാകട്ടെ. നമ്മൾ ചില സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമുക്കൊരു ഡൗട്ട് വരാറുണ്ട്. ഓക്കെ, നമ്മൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം? നമുക്ക് 5 പേരിലാണല്ലോ ഉള്ളത് അല്ലേ? എല്ലാവർക്കും 5 പേരിലുണ്ടല്ലോ. ഓക്കെ, 5 പേരല്ല ഈ കൈ ഇങ്ങനെ വെക്കുന്നുടനെ ഇത് നമ്മളോട് ചേർന്നിരിക്കുന്ന കൈ. ഓക്കെ, ദിസ് വൺ ഇസ് ക്ലോസ് ടു അസ്. ഓക്കെ, അത് നമ്മളുടെ ഫാമിലി, നമ്മുടെ ഫ്രണ്ട്സ്, അല്ല നമ്മളോട് ക്ലോസ് ആയിട്ടുള്ള ആരൊക്കെയുണ്ട് അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദാറ്റ് ഇസ് ദ തം ഹു ആർ ക്ലോസ് ടു യു. ഓക്കെ, ആദ്യമേ നമ്മൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? നമ്മുടെ ക്ലോസ് ആയിട്ടുള്ളവർക്ക് വേണ്ടി. ഓക്കെ, നമ്മുടെ ഫ്രണ്ട്സ്, ഫാമിലി ഉള്ളവർക്ക് വേണ്ടി. 2, ഇത് പോയിന്റ് ഓഫ് ഫിംഗർ ആണ്. നമ്മളെ പോയിന്റ് ചെയ്യുന്നവർക്ക് വേണ്ടി, നമ്മളെ നല്ല ഡയറക്ഷൻ നമുക്ക് കാണിച്ചു തരും. നമ്മുടെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് ആരാണ് നല്ല വഴി, നമുക്ക് നമ്മുടെ പാസ്റ്റേഴ്സ് അല്ലെ അവർ ആരാണോ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് 2ാമത്തെ പോയിന്റിംഗ് ഫിംഗർ. 3rd വൺ, ദിസ് ഇസ് ദ ടോൾ ഫിംഗർ. അത് പീപ്പിൾ ഇൻ അതോറിറ്റി, നമ്മുടെ രാജ്യത്തെ നയിക്കുന്നവർ, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലെ പ്രിൻസിപ്പൽ അല്ലെ അതോറിറ്റിയിൽ ഇരിക്കുന്ന ആരാണ് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളുടെ രാജ്യത്ത് നമുക്ക് ഇത്രയും ഫ്രീഡം ഉള്ളതുകൊണ്ടാണ് അറിയത്തില്ല. അപ്പം പറഞ്ഞതുപോലെ ആ രാജ്യത്ത് ഫ്രീഡം ഇല്ലായിരുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഒന്നും ഫ്രീഡം ഇല്ലായിരുന്നു. അപ്പം
ദൈവം നമുക്ക് ഇത്രയും ഫ്രീഡം ഈ രാജ്യത്ത് തന്നിട്ടുണ്ട്. നമുക്ക് നല്ല സുഖമായിട്ട് നടക്കാനും നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ഈ രാജ്യം ഒരുക്കി തരുമ്പോൾ ഈ രാജ്യത്തിന്റെ അധികാരികളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് തേർഡ് വൺ. ഫോർത്ത് വൺ ഈസ് റിംഗ് ഫിംഗർ. ഉള്ളതിൽ ഇച്ചിരി വീക്ക് ആയിട്ടുള്ള ഫിംഗറാണ്. അപ്പൊ നമ്മുടെ പ്രാർത്ഥന ആവശ്യമുള്ള പലരുണ്ട് ഈ സമൂഹത്തിൽ. നമ്മുടെ പ്രാർത്ഥന ആവശ്യമുള്ള പലരുണ്ട്. വീക്കർ ആയിട്ടുള്ളവരുണ്ട്, രോഗികളുണ്ട്, ഭാരത്തിലായിരിക്കുന്നവരുണ്ട്. അവരെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കണം. ആൻഡ് ദ ലിറ്റിൽ ഫിംഗർ, ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, അത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ, ദൈവം നമ്മൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും, ദൈവം നമുക്ക് തന്ന എല്ലാ ഉപകാരങ്ങൾക്കും, നല്ല പേരൻസ് നമുക്ക് തന്ന എല്ലാത്തിനായിട്ടും നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. അതാണ് ഈ 5 thumb. നമുക്ക് എപ്പോഴെങ്കിലും കൺഫ്യൂഷൻ വരുവാണ്, നമ്മൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഇത് ഓർത്ത് പ്രാർത്ഥിക്കണം. എല്ലാത്തിലും ഉപരിയായി യെശയ്യാവ് 49:16 ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? യെശയ്യാവ് 49:16. ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. ഇംഗ്ലീഷിൽ ഐ ഹാവ് എൻഗ്രേവ്ഡ് യു ഇൻ മൈ ഹാൻഡ്സ് എന്നെഴുതിയിരിക്കുന്നു. അതായത് ഞാൻ നിന്റെ കൈകളിൽ കൊത്തിയിരിക്കുന്നു, എഴുതിയിരിക്കുന്നു, അതിനെ കൊത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം we are so precious in the arms of the Lord. ഹല്ലേലൂയ. ഈ 5 വിരലുകൾ മാത്രമല്ല, കയ്യിൽ നമ്മൾ സുരക്ഷിതമാണ്. ഒരു പക്ഷെ നമുക്ക് തോന്നും, ഓ ദൈവമേ, ഞാനൊരു വല്ലാത്ത അവസ്ഥയിലായിരിക്കും, നീ എന്നെ കാണുന്നില്ലേ, നീ എന്നെ അറിയുന്നില്ലേ എന്നുള്ള ചില സന്ദർഭങ്ങൾ വരാം. പക്ഷെങ്കിൽ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മളായിരിക്കും. നമ്മളത് മനസ്സിലാക്കുന്ന അവസ്ഥ മാത്രമേ ഉള്ളൂ. ദാവീദിന്റെ സഹോദരന്മാർ ഒരു ആട്ടിടയനെയാണ് ദാവീദിൽ കണ്ടത്. എന്നാൽ ദൈവമാരെയാണ് കണ്ടത്? ഒരു രാജാവിനെയാണ് കണ്ടത്. ഹല്ലേലൂയ. ഒരു പക്ഷേ നിങ്ങളുടെ ചുറ്റുമുള്ളവരെ നിങ്ങൾ തന്നെ നിങ്ങൾക്കറിയത്തില്ല നിങ്ങളുടെ വാല്യൂ എന്താണ്. പക്ഷെങ്കിൽ ദൈവത്തിന് നിങ്ങളുടെ വാല്യൂ അറിയാം. നിങ്ങൾ ആ ദൈവത്തിൽ സബ്മിറ്റ് ചെയ്ത് മുന്നോട്ട് പോകുവാനായിട്ട് ഇടയായിത്തീരണം. ഇങ്ങനൊരു വേർഡിങ് ഇങ്ങനെയുണ്ട്: the longer you entertain what's not from God, the longer you will postpone what is from God. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളത് അല്ലാത്ത കാര്യങ്ങളെ കൂടുതലായിട്ട് എന്റർടൈൻ ചെയ്യുവാണെങ്കിൽ, ദൈവത്തിൽ നിന്നല്ലാത്ത കാര്യങ്ങൾ നമ്മൾ കൂടുതൽ എന്റർടൈൻ ചെയ്യുവാണെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള വാഗ്ദത്തങ്ങളും ദൈവത്തിൽ നിന്നുള്ള പ്രോമിസുകളും നമുക്ക് ഡിലേ ആയിക്കൊണ്ടിരിക്കും. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ദൈവമേ, അങ്ങയുടെ ഹിതം എന്താണ് എന്റെ ജീവിതത്തിൽ നടക്കേണ്ടതെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നു, അതെന്റെ ജീവിതത്തിൽ നടത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ച ആ ഒരു സ്ട്രീം ലൈനിൽ നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ പദ്ധതികൾ എത്രയും വേഗം, അല്ലെങ്കിൽ ദൈവം വെച്ചിരിക്കുന്ന സമയത്ത് നമുക്കത് പ്രാപിച്ചെടുക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇന്നൊരു നിമിഷം ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരും, പ്രത്യേകിച്ച് എനിക്ക് വലിയ സന്തോഷം ഉള്ള കാര്യമൊന്നുമില്ല, എന്നാലും ഞാൻ ചർച്ച വന്നു. എനിക്ക് വലിയ സമാധാനത്തിലൊക്കെ ഞാൻ മമ്മിയുടെ പപ്പയുടെ കൂടെ വന്നു. എല്ലാവരും അതുപോലെ ഞാനും വന്നു എന്ന് ചിന്തിക്കുന്ന പലരും കാണും. പക്ഷെ ഞാൻ പറയട്ടെ, നിങ്ങൾ ഇന്ന് ICUവിലല്ല ഇരിക്കുന്നത്, നിങ്ങൾ ഇന്നൊരു ജയിലിലല്ല ഇരിക്കുന്നത്, നിങ്ങൾ ഇന്നൊരു ശവകുടീരത്തിലല്ല ഇരിക്കുന്നത്. നിങ്ങൾ ഇന്ന് ജീവനുള്ള ദേശത്ത് ജീവനുള്ള ദേഹിയാക്കി ദൈവം നമ്മളെ തീർത്തെങ്കിൽ തീർച്ചയായിട്ടും സകല മാനത്തിനും സകല പുകഴ്ചയ്ക്കും സകല ആരാധനയ്ക്കും യോഗ്യനായവൻ തന്നെയാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ അറിയാൻ തരത്തില്ല, സഹാരയിൽ നിന്നുള്ളൊരു 42 year ഉള്ളൊരു പയ്യൻ, ഒരു യുവാവ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നിരുന്നു. അദ്ദേഹം മരണപ്പെടുവാനായിട്ട് ഇടയായിരുന്നു. അദ്ദേഹത്തിന് ചെറിയൊരു പനിയിൽ തുടങ്ങിയതാണ് അദ്ദേഹത്തിന്റെ അസ്വസ്ഥത. പനിയിൽ തുടങ്ങി, അത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ന്യൂമോണിയ ആയിട്ട് മാറി. അതിനുശേഷം അതിന്റെ ഹാർട്ടിന്റെ വാൽവുകൾ എഫക്ട് ചെയ്തു. വാൽവുകൾ എഫക്ട് ചെയ്തിട്ട് നമ്മുടെ മഹാധമനി എന്ന് പറയും അയോട്ടയിൽ എഫക്ട് ചെയ്തു. എന്നിട്ടാണ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. ഭയങ്കര സെപ്സിസ് ആയിട്ടുള്ള അവസ്ഥയിലാണ് കൊണ്ടുവന്നത്. സർജറിക്ക് എടുത്തു. ആ സർജറി ദിവസം ഞാൻ ഇല്ലായിരുന്നു. സർജറി കഴിഞ്ഞ് ഞാനിന്ന് പോയി ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, കാരണം മലയാളിയാണല്ലോ എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര സിക്ക് ആയിക്കൊണ്ടിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ ഇതുപോലെ പറഞ്ഞു, പേഷ്യന്റ് സിക്കാണ്, വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ പേഷ്യന്റ് ഓൾമോസ്റ്റ് ഡെത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പം പ്രത്യേകിച്ച് നമ്മുടെ ആൾക്കാരും അത് യങ്ങർ ആളാകുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഒരു സന്തോഷമില്ലാത്തൊരിതാണ്. അങ്ങനെ പിന്നെ നോക്കിയപ്പോൾ പുള്ളിക്കാരുടെ വൈഫ് വന്ന് ഭയങ്കര കാര്യം. അവർക്ക് ആകെ 3 വയസ്സുള്ള ഒരു കുഞ്ഞു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല, ജസ്റ്റ് ക്ലോസ് ചെയ്യാൻ ഞാനാണ് വന്നത്. അതിനുശേഷം ഹോട്ട് ബ്ലഡ് ആയിട്ടുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അത്രയും വെന്റിലേറ്റർ സപ്പോർട്ട് കൂടി എക്മോ എന്ന് പറഞ്ഞ സപ്പോർട്ട് ഒക്കെ കിടന്ന ഒരു വ്യക്തിയാണ്. വളരെ ആ പയ്യൻ മരിച്ചു കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ജീവിച്ചിരിക്കുന്ന ആ ഒരു ഫീലായി നമുക്ക് തോന്നുള്ളൂ. അത്ര ഇതായിട്ട് കിടക്കുന്ന ഒരു ആരോഗ്യമുള്ള വ്യക്തി. നമ്മൾക്ക് എത്രത്തോളം പേർക്ക് ദൈവം തന്ന ആയുസ്. നമ്മൾക്കൊരു പനി വന്നതിന് പേരിലാണ് അദ്ദേഹത്തിന് ഫുൾ ബോഡി എഫക്റ്റ് ആയി മാറിയത്. ദൈവത്തിന് നമുക്ക് തന്ന ആയുസിനായി, ആരോഗ്യത്തിനായി, സന്തോഷത്തിനായി, സമാധാനത്തിനായി, ഓർമ്മയ്ക്കായി, ബുദ്ധിക്കായി, ചലനശേഷിക്കായി, സ്പർശനശേഷിക്കായി, നമുക്ക് തന്ന കാഴ്ചയ്ക്കായി, നമുക്ക് തന്ന കേൾവിക്കായി, നമുക്ക് തന്ന സ്ഥിര ബുദ്ധിക്കായി. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
സകലമാനത്തിനും സകല പുകഴ്ചയ്ക്കും ആരാധനയ്ക്ക് യോഗ്യൻ അവൻ മാത്രമാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം അതുപോലെ പപ്പയുടെ ഹാർട്ടിന്റെ സർജറി 3 മാസത്തിന് മുമ്പ് നാട്ടിൽ നടക്കാനിടയായിരുന്നു. ഓപ്പൺ ഹാർട്ട് സർജറി. ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞ പലരെയും ഞാൻ കാണുന്നുണ്ട്, OPD ബേസിസിൽ കാണുന്നുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എനിക്കിടയായിരുന്നു സ്ട്രോക്ക് ബാധിച്ചിട്ട്. ആ സ്ട്രോക്ക് ബാധിച്ച വ്യക്തി വെരി നോർമലായിട്ട് സർജറി വന്ന ആളാണ്. അദ്ദേഹത്തിന് ഒരു ചെറിയ ഇംബാലൻസ് കൊണ്ട് വന്നൊരു സ്ട്രോക്കാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ 3 കുഞ്ഞുങ്ങളുണ്ട്. 3 പേര് എഡ്യൂക്കേറ്റഡ് ആണ്. അവർക്ക് 3 പേർക്കും ജോലിയില്ല. ഇദ്ദേഹത്തിന് മിണ്ടാൻ പോലും പറ്റാതെ റൈസ് വിട്ടിരിക്കുന്നു. ഓക്കെ, ഞാനൊരു എക്സാമ്പിളായിട്ട് കാണുന്ന മക്കളോട് എപ്പോഴും പറയും, OPD പേഷ്യൻസിനെ കണ്ടുകഴിഞ്ഞാൽ സാർ അപ്പൊ ഇത്രയും കോംപ്ലിക്കേഷൻ ഇല്ലാതെ ബൈപ്പാസ് സർജറി കഴിഞ്ഞിട്ട് വെരി നോർമലായിട്ട് വരാനായിട്ട് ഇടയായിരുന്നു. നമ്മുടെ ഒന്നും ഒരു പ്രത്യേകതയോ നമ്മുടെ ഒന്നും ഒരു നന്മയല്ല ഇതിനെ പറയുന്നത്. ദൈവത്തിന്റെ നീതി ഒന്ന് മാത്രമാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും ദിവസവും നിലനിർത്തുന്നത്. ഹല്ലേലൂയ. നമ്മളെ ദൈവം ഒരു തകർന്ന അനുഭവത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ വീണുപോയി അയ്യോ ദൈവം ഞാൻ ഇല്ലാതായെന്ന് ചിന്തിക്കാതെ അവിടെ നിന്ന് മുട്ടിന്മേൽ ഒരു നിമിഷം നിന്ന് ദൈവത്തിലേക്ക് നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ കരം പിടിച്ചു കയറുന്ന ശക്തനായ ദൈവമാണ്. അതേപോലെ തന്നെ ദൈവം നമ്മളെ നല്ലൊരു പൊസിഷനിൽ നിർത്തുവാണെങ്കിൽ അവിടെ ദൈവത്തിലേക്ക് അടുത്ത് വരുവാൻ സർവശക്തനായ ദിവസം ദൈവം ഈ ദിവസങ്ങളിൽ നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഈ ദിവസങ്ങളിൽ പലരും സംസാരിക്കുന്ന ഒരു കാര്യമാണ് സ്പീക്കിംഗ് ഇൻ ടങ്സ്. അന്യഭാഷയിൽ സംസാരിക്കുന്നത് വേണോ വേണ്ടയോ, അതൊക്കെ ഉള്ള കാര്യമാണോ? നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിയാലൊക്കെ കാണാൻ സാധിക്കുന്നു. ബൈബിൾ ആസ്പദമായി അന്യഭാഷയിൽ സംസാരിക്കുന്നതിന് 5 ഗുണങ്ങളെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1, allows you to speak directly to God. ബൈബിളിൽ പറയുന്നു അന്യഭാഷയിൽ സംസാരിക്കുന്നത് മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. നമ്മളോട് തന്നെ അല്ല, ദൈവത്തോട് സംസാരിക്കുന്ന ഭാഷയാണ്. 2, keeps you in tune with the Holy Spirit. എല്ലാവരും പരിശുദ്ധ ആത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. പരിശുദ്ധ ആത്മാവിന് ട്യൂൺ ആയി വരുമ്പോൾ നമുക്ക് ദൈവം നമ്മളെ സഹായിക്കാം. helps you to pray what you are not sure to pray. ചില കാര്യങ്ങൾ നമുക്ക് വരുമ്പോൾ എന്തോ പ്രാർത്ഥിക്കേണ്ടതെന്ന് പോലും അറിയാത്ത ചില സിറ്റുവേഷൻസ് നമ്മുടെ വീട്ടിൽ വരും, നമുക്ക് അവസ്ഥ വരാറുണ്ട്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ helps you pray when you are not sure what to pray. ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ആത്മാവ് നമുക്ക് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമ്മൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. strengthen you to stand against the enemy. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളായി പിടിച്ചുവെക്കും, മരണകരമായി യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരത്തില്ല. പരിശുദ്ധാത്മാവ് അവരോട് ചേർന്ന് നിൽക്കുന്നതിനുള്ള അഡ്വാൻറ്റേജസ് ആണ് നമുക്കവിടെ ബൈബിൾ ആസ്പദമായി കാണുന്നത്. പക്ഷെ ചിലരൊക്കെ പറയും ബൈബിളിലൊക്കെ കാര്യമൊക്കെ അറിയാം, പക്ഷെ ഞങ്ങൾ കൂടുതൽ വിശ്വാസം സയൻസിലാണ്. ഓക്കെ, സയൻസിൽ കൂടുതൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയിട്ടും ഞാൻ പറയാം. നമ്മളുടെ പെൻസിൽവേനിയയിൽ ഒരു സ്റ്റഡി നടത്തിയിരുന്നു അന്യഭാഷയെ സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട്. അത് റിയൽ ആണോ ഇല്ലാത്തതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റഡി നടത്തിയിരുന്നു. ഓക്കെ, അപ്പൊ അന്യഭാഷ സംസാരിക്കുന്ന ആ വേർഡിന് പറയുന്നത് ഗ്ലോസോലേലിയ. എങ്ങനെയാ പറയുന്നത് ആ വേർഡിന് പറയുന്നത്? ഗ്ലോസോലേലിയ. ഓക്കെ, അപ്പൊ ഗ്ലോസോലേലിയ കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് അവര് സ്റ്റഡി നടത്തി. അപ്പൊ ബ്രെയിനില് ഒരു ട്രാൻസ്മിറ്റിംഗ് ഇത് നോക്കാനായിട്ട് EEG വെച്ചു, അതുപോലെയുള്ള ഇമേജിങ് വെച്ചിട്ട് അവർ നോക്കിയപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടൽ ലോബാണ്, നമുക്ക് പല ലോബ്സ് ഉണ്ട് ബ്രെയിനിൽ. ഓക്കെ, ഫ്രണ്ടൽ ലോബാണ് നമ്മൾ സംസാരിക്കുന്ന ഉടനെ ആക്ടിവേറ്റ് ആയിട്ട് നിൽക്കുന്നത്. എന്നാൽ മറ്റു മോങ്സും ഒക്കെ സംസാരിച്ചത് അവർ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അവർ ചില കാര്യങ്ങൾ ഇങ്ങനെ ഉരുവിടാറുണ്ട്. അത് സംസാരിക്കുമ്പോഴും ഫ്രണ്ടൽ ലോബ് ആക്ടിവേറ്റ് ആയി. എന്നാൽ പെന്തക്കോസ്തുകാരായ വിശ്വാസികൾ അന്യഭാഷകളിൽ സംസാരിക്കുന്നവർ ചെക്ക് ചെയ്തപ്പോൾ പുറത്തുനിന്നൊരു ശക്തി വന്നിട്ട് അതിനെ കവർ ചെയ്ത് ഓർക്കും ഫ്രണ്ടൽ ലോബ് ആക്ടിവേറ്റ് ആകുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്താൽ മതി. ഇതിന്റെ പ്രൂഫ് നെറ്റിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇതിൽ വിശ്വാസമില്ല, സയൻസിൽ വിശ്വസിക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, ഇത് നമ്മൾ സംസാരിക്കുന്ന നമ്മളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഇറ്റ്സ് ഫ്രം ഔട്ട്സൈഡ്. ഹല്ലേലൂയ. പരിശുദ്ധ ആത്മാവ് ഇന്നും നമ്മളിൽ പ്രവർത്തിക്കാൻ ശക്തനായ ദൈവമാണ്. ഇന്ന് നമ്മൾ കുഞ്ഞുങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു സാഹചര്യം അഭിമുഖീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പല അവസ്ഥകളിലും ദൈവം കേസ് എങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് എങ്ങനെ വരും. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഹല്ലേലൂയ. ചില സമയത്ത് ഈ പറഞ്ഞ പോലെ ചില വാക്കുകൾ പോലും പുറപ്പെടുവിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ പരിശുദ്ധാത്മാവ് നേരിട്ട് വന്ന ഗൈഡൻസ് തരുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിലും സർവശക്തനായ ദൈവം അതിന് ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം ചില സാഹചര്യങ്ങളിൽ നമ്മളെ ശക്തരാക്കുവാൻ ശ്രമിക്കുന്ന ഉടനെ
നമ്മൾ 3 സ്റ്റേജസിൽ കൂടെ കടത്തിവിടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദാനിയേലിന്റെ ജീവിതത്തിൽ ദൈവം നടത്തിവിട്ടതുപോലെ. 1 സ്റ്റേജ് 1 ബ്രേക്കിംഗ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എല്ലാം തകർന്നു പോയ ഒരവസ്ഥ എന്ന് ആലോചിച്ചു. ജോലി നഷ്ടപ്പെട്ട അനുഭവമാകാം, രോഗം പിടിച്ച അവസ്ഥയാകാം. അപ്പം ദൈവത്തിന്റെ പ്രകാരം പറയുന്നു, പെരുവെള്ളങ്ങൾ നിന്നെ വന്നാൽ അതിനെ കവിയുകയില്ല. ഹല്ലേലൂയ. നമുക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ ഇനി ഇപ്പൊ നമുക്ക് മോശയുടെ കാലം നമുക്കറിയാം, ഫറവോന്റെ സൈന്യം പുറകെ വന്നപ്പോൾ അവർ വെള്ളത്തിൽ മുങ്ങിപ്പോയി. അവർക്കും അതേ അവസ്ഥ വന്നു. പക്ഷെങ്കിൽ അവരുടെ മീതെ കവിഞ്ഞെങ്കിലും ദൈവജനത്തിന്റെ മീതെ കവിയാത്ത ഒരു ദൈവ സാന്നിധ്യം ഇസ്രായേൽ ജനത്തോട് കൂടിയുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്കും അങ്ങനെ പ്രശ്നം വരുന്ന സമയത്ത് നമ്മളോട് ചേർന്ന് നിന്ന് നമ്മളെ കംഫർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിൽപ്പാൻ, നമ്മുടെ ഈ ബ്രേക്കിംഗ് അനുഭവത്തിൽ നമ്മളെ വഴി നടത്താൻ സർവശക്തനായ ദൈവം ശക്തനാണ്. ഹീസ് ക്ലോസസ്റ്റ് ഇൻ ദ ബ്രേക്കിംഗ്. ആ സമയത്ത് അത് മാത്രമല്ല, അവൻ നമ്മളെ റീഷേപ്പ് ചെയ്യുവാണ്. ചില സാഹചര്യങ്ങൾ നമുക്ക് വിഷമം വരുമ്പോൾ എന്തുകൊണ്ട് എനിക്കിത് വന്ന് ചിന്തിക്കുമ്പോൾ അവൻ നമ്മളെ റീഷേപ്പ് ചെയ്യുവാണ്. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ഹൃദയത്തെ തന്നെ റീഷേപ്പ് ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമത് ബിൽഡിംഗ്. അപ്പം ചില ചാലഞ്ചസ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ യാക്കോബ് 1:4 ഇപ്രകാരം പറയുന്നു, എന്നാൽ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് പറഞ്ഞ് അത് അശേഷം സന്തോഷം എന്നതിൽ എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരാകേണ്ടതിന് സ്ഥിരതയ്ക്ക് കൊണ്ട് പ്രവൃത്തി ചെയ്യാൻ യാക്കോബ് 1:4 പറയുന്നു. അപ്പം ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ഹീസ് നോട്ട് ഇഗ്നോറിങ് യു, ഹീസ് ജസ്റ്റ് ഇൻസ്ട്രക്ടിങ് യു. നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമതായിട്ട് സ്റ്റേജ് 3 ബിക്കമിങ്. ഓക്കെ, നമ്മൾ ദൈവത്തിന്റെ വിശ്വസ്തത എത്ര വലുതാണെന്ന് ഇങ്ങനെ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും അവനെ ധരിച്ചു കൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കുമെന്ന് ദൈവജനം പറയുന്നു. നിങ്ങൾക്ക് എത്ര പേർക്ക് വെയിലറിയും? വെയിത്തിങ്ങലും എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, വെയില് അതിന്റെ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നത് വെള്ളത്തിനടിയിൽ തന്നെയാണ്. ഓക്കെ, അതിന്റെ മിൽക്ക് എന്ന് പറയുന്നത് സാധാരണ മറ്റ് കൗവിന്റെ പോലെ അത്രയും ലൂസ് ആയിട്ടല്ല, ഓൾമോസ്റ്റ് 50% ഫാറ്റോട് കൂടിയതാണ്. അത് ഓൾമോസ്റ്റ് ലൈക്ക് കോൾഗേറ്റിന്റെ തിക്നെസ് അല്ലെങ്കിൽ പേസ്റ്റിന്റെ തിക്നെസ്സിന് അത്രയും വരുന്നു അതിന്റെ മിൽക്ക് എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മുടെ സാധാരണ പശുവിന്റെ ഒക്കെ അത്രയും ലിക്വിഡ് ആയിട്ടായിരുന്നെങ്കിൽ ഒരിക്കലും വെള്ളത്തിനടിയിൽ അത് ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഇത്രയും തിക്കറായിട്ട് അത് കൊടുത്തേക്കുന്നത് കൊണ്ട് ഓൾമോസ്റ്റ് 90 കിലോ ആ വെയിലിന്റെ കുഞ്ഞിന് ഒരു ദിവസം ഗെയിൻ ചെയ്യാൻ പറ്റുന്നത്. വെള്ളത്തിനടിയിൽ പാകിക്ക് പോലും ഡയറക്റ്റ് ആയിട്ട് ആ കുഞ്ഞിന് ലഭിക്കാൻ കിട്ടുന്ന അത്രയും കട്ടിയുള്ളത് കൊണ്ട് നമ്മളൊരു അവസ്ഥയിൽ കൂടെ കടന്നു പോകണം. ദൈവത്തിന്റെ പ്രൊവിഷൻ അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രിസിഷനോട് കൂടി തന്നെ ദൈവത്തിന് നമ്മുടെ നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ എത്തിച്ചേരാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കും, ദൈവമേ എന്നെ കൈവിട്ടോ, എന്നെ ഉപേക്ഷിച്ചോ, പക്ഷേ ഈ അവസ്ഥയിൽ ഞാനായിരിക്കുന്നു, അങ്ങക്ക് എന്നോട് ഇടപെടാൻ കഴിയുമെന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും നമ്മൾ നിൽക്കുന്ന ആ സാഹചര്യത്തിൽ വന്ന് ദൈവം ഇപ്പോഴും നമ്മളോട് വന്ന് ഇടപെടുവാൻ ശക്തനായ ദൈവമാണ്. അപ്പൊ ദൈവം ദാവീദിനെ രാജാവാക്കാൻ തീരുമാനിച്ചപ്പോൾ ഡയറക്റ്റ് കൊണ്ടുവന്നൊരു ക്രൗൺ അല്ല കൊടുത്തത്, മുമ്പിൽ ഒരു ഗോലിയാത്തിനെയാണ് കൊടുത്തത്. അത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ മുമ്പിൽ പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ ഡയറക്റ്റ് കൊണ്ടുവന്ന പദവിയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കേണ്ട പല ഹേർഡിൽസ് കാണും, പല പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കാണും. അതുപോലെ യോസഫിനെ ഡയറക്റ്റ് കൊണ്ട് പാലസിലോട്ടല്ല ഇരുത്തിയത്, അവർ പ്രസംഗിക്കിടക്കുന്നതായിട്ട് വന്നു. പല പ്രതികൂലങ്ങൾ അതിന് മുമ്പായിട്ട് തരണം ചെയ്യുന്നതായിട്ട് വന്നു. എസ്തറിന്റെ ജീവിതത്തിൽ അതുപോലെ തന്നെ മോശയെ ഒരു ലീഡറാക്കിയപ്പോൾ ഡയറക്റ്റ്ലി അവന് വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തില്ല. അവനെ വിൽഡർനെസ്സിൽ, മരുഭൂമിയിൽ കൊണ്ടാക്കിയിട്ടാണ് പല ഘട്ടങ്ങൾ കടന്നിട്ടാണ് അതിലേക്ക് എത്തിച്ചേരുവാനായിട്ട്. പല സാഹചര്യങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം നമ്മളെ ഒരിക്കലും ബ്രേക്ക് ചെയ്യുവാണെന്ന് വിചാരിക്കുന്നത്. ഹീസ് ബിൽഡിംഗ് അസ്. നമ്മുടെ ഓരോ ഘട്ടങ്ങൾ, ഒരു പ്രതിസന്ധി ഘട്ടങ്ങൾ പോകുമ്പോൾ ദൈവം നമ്മളെ ബിൽഡ് ചെയ്യുവാണെന്ന് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ഇടയാണ്. സാംസൺ എത്ര പേർക്ക് ബൈബിളിലുള്ള സാംസൺ, ശിംശോൻ പേർക്കറിയാൻ വിചാരിക്കും. സാംസന്റെ ശക്തി എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? മുടിയിൽ. ഓക്കെ, നമ്മൾ മനസ്സിലാക്കുന്നു സാംസന്റെ ശക്തി മുടിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കുന്നത് പോലെ അവൻ ദൈവം കൊടുത്തിട്ടുള്ള മുടി എന്നുള്ളത് അവൻ ദൈവം കൊടുത്തിട്ടുള്ള ഉത്തരവാദിത്തമായിരുന്നു. അവന്റെ ഇപ്പൊ ഒരു വലിയൊരു മെഷീൻ ഒരു ചെറിയ വയറുണ്ടെന്ന് ഓർക്കാം. ആ വയർ വെച്ചിട്ടാണ് മെഷീൻ വർക്ക് ചെയ്യുന്നത്. ആ വയർ കട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ മെഷീന്റെ ഫുൾ അതിന്റെ ആക്ടിവിറ്റി നിന്ന് പോകും. അതുപോലെ തന്നെ ആയിരുന്നു സാംസന്റെ ജീവിതത്തിൽ ആ മുടി എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ചെറിയൊരു കോംപ്രമൈസ് ആയിരിക്കാം, ചെറിയൊരു പാപമായിരിക്കാം നമ്മളെ ദൈവത്തിൽ നിന്ന് മാറ്റുന്നത്. നമ്മളത് നേരത്തെ മനസ്സിലാക്കേണ്ടതാണ്. ശിംശോന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്തിരുന്ന ആ മുടിയെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തായിട്ട് നമുക്ക് തുലനം ചെയ്യാം?
നമ്മുടെ ജീവിതത്തിലെ പ്രയർ ലൈഫ് ആകാം, നമ്മുടെ ജീവിതത്തിൽ പ്യൂരിറ്റി ആകാം, നമ്മുടെ ജീവിതത്തിൽ ദൈവമായിട്ടുള്ള ഒബീഡിയൻസ് ആകാം, നമ്മൾ വെക്കേണ്ട ബൗണ്ടറീസ് ആകാം. ഇത് നമ്മൾ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ ദൈവം നമ്മളിൽ തന്നിരിക്കുന്ന അനോയിന്റിങ് നമ്മളെ വിട്ടു പോകുവാനായിട്ട് ഇടയായിത്തീരും. അതിന് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ശിംശോൻ ദൈവം പിന്നെ മടങ്ങി വന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കുറ്റം നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മടങ്ങി വരുവാൻ സർവശക്തനായ ദൈവം നമ്മളെ ഇടയാക്കുമാറാകട്ടെ. നമ്മളൊരു കടയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ പോകുമ്പോൾ നമ്മൾ അവിടുത്തെ ഹോട്ടലിനോട് ഷെഫിനോട് പ്രത്യേകം ചോദിക്കാറില്ല എന്തൊക്കെയാണ് തിന്നുന്നത്. ചിലർ ചോദിക്കും എന്തൊക്കെയാണ് അറിയാതെ തന്നെ നമ്മൾ അതാ ഭക്ഷണം കഴിക്കാറുണ്ട്. ഒരു പൈലറ്റിനെ നമ്മൾ വിശ്വസിച്ച് ഒരു ഫ്ലൈറ്റിൽ കയറുന്നു. അതുപോലെ ഒരു ഡോക്ടർ തരുന്ന മെഡിസിൻസ് ഇപ്പം ഗൂഗിളൊക്കെ നോക്കാറുണ്ട്. അല്ലാതെ ഡോക്ടർ തരുന്ന മെഡിസിൻ എല്ലാം കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കി ഡോക്ടർ ഡിഗ്രി ഒക്കെ ചോദിക്കാതെ നമ്മളെല്ലാം കഴിക്കുന്നു. നമ്മുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അറിഞ്ഞ ദൈവം, നമ്മളെ മെനഞ്ഞ ദൈവം, നമ്മുടെ സകലതും അറിയുന്ന ദൈവം, ഹല്ലേലൂയ, നിത്യതയോളം നമ്മളെ എത്തിക്കാൻ സർവശക്തനായ ദൈവം നമ്മൾക്ക് വേണ്ടി കരുതുന്നവനാണ്, നമ്മളെ പുലർത്തുന്നവനാണ്. അവൻ നമ്മളെ കൈകളിൽ വരച്ചിരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എന്ത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും എന്ത് പ്രതികൂലങ്ങൾ വന്നാലും നമ്മൾ ഒരു ചെറിയ ബുദ്ധിമുട്ടിൽ പോകാനും അവനെ ക്വസ്റ്റ്യൻ ചെയ്യാതെ നിത്യതയോളം എത്തിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവം നമുക്കൊരു നിത്യത വെച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്ന ദൈവം നമുക്കൊരു നിത്യത വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നമുക്ക് പല ബുദ്ധിമുട്ടുകൾ വന്നാലും ആ ദൈവം വെച്ചിരിക്കുന്ന നിത്യതയെ നോക്കിക്കൊണ്ട് കറാച്ചുകൾക്കും വാട്ടം മലിനമില്ലാതെ നിത്യതയോളം എത്തുവാൻ സർവശക്തനായ ദൈവം നമ്മളെ ഇടയാക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു അവസരം ഒരുക്കുന്ന പാസ്റ്ററുകളുടെ ഹൃദയത്തിന്റെ ഭാഷകളെ നന്ദി അറിയിക്കുന്നു. ഞാൻ ആദ്യം ചോദിച്ച പോലെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അറിയുന്ന ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അതിനകത്ത് അറിയുന്നവർ കൈ വെക്കുക. ഫസ്റ്റ് കൈ വെക്കുന്നവർക്കായിരിക്കും ഗിഫ്റ്റ് ഉണ്ടാകുക. ഫാദർ ഓഫ് സൺഡേ സ്കൂൾ ആരാണ്? കൈ പൊക്കിട്ട് അല്ലൂരത്തിന് പറയാമോ? റോബർട്ട് ഫ്ലിക്സ്. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, ആരുടെ വീട്ടിൽ വെച്ചാണ് ഇത് ആദ്യമായിട്ട് സൺഡേ സ്കൂൾ നടത്തിയത്? ഒരു സെക്കൻഡ് എടുത്തോട്ടെ. അനുവദിച്ചത് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷകൾ നന്ദി അറിയിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മളെ ഇവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും, കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും പ്രായോഗിക ജീവിതത്തിന് ആവശ്യമായ ഒരു നല്ല സന്ദേശം ആമേൻ നമുക്ക് ഇന്ന് കേൾപ്പാനിടയായി. നമ്മുടെ നിത്യജീവിതത്തിന് എല്ലാം അനുഗ്രഹമായി തീരട്ടെ.